പുന്നൂർക്കുളം തീരമേഖലയിൽ ശക്തമായ കടൽക്ഷോഭം. നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. കടൽഭിത്തിക്ക് പുറകിലെ പാലക്കൽ കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിലേക്ക് തിരമാല ഇരിച്ചു കയറി. വെള്ളിയാഴ്ച രാത്രി മുതൽ പെയ്തു തുടങ്ങിയ ശക്തമായ മഴയിലാണ് കടൽക്ഷോഭം രൂക്ഷമായത്. പുതുതായി നിർമ്മിച്ച അണ്ടത്തോട് പെരിയമ്പലം ലിങ്ക് റോഡിന്റെ ഏതാനും മീറ്റർ അകലെയാണ് കടൽത്തിര എത്തിയത്. തിരമാലകൾ റോഡിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. മഴ ശക്തമായതിന് പിന്നാലെയാണ് കടൽക്ഷോഭവും രൂക്ഷമായത്. കാപ്പിരിക്കാട്, തങ്ങൾപടി, പെരിയമ്പലം, അണ്ടത്തോട് മേഖലയിലാണ് കടൽ കൂടുതലായും കയറിയിട്ടുള്ളത്. പെരിയമ്പലം ബീച്ച് റോഡ് പൂർണ്ണമായി നേരത്തെ കടലെടുത്തിരുന്നു. ഇവിടുത്തെ തട്ടുകടകൾ ഏതു സമയവും കടലെടുക്കുന്ന സാഹചര്യമാണ്. ബീച്ചിലുണ്ടായിരുന്ന 4 വീടുകളും അപകടാവസ്ഥയിലാണ്. 3 കുടുംബങ്ങളിലെ വീട്ടുകാർ നേരത്തെ വീടൊഴിഞ്ഞിരുന്നു. ബീച്ചിലെ അവസാന താമസക്കാരനായിരുന്ന പാലക്കൽ കുഞ്ഞുമുഹമ്മദ് ഞായറാഴ്ച വീട്ടിൽ നിന്നും താമസം മാറ്റി. പെരിയമ്പലത്ത് കടൽഭിത്തി നിർമ്മാണത്തിന്റെ ആദ്യപടിയായി അളവ് തിട്ടപ്പെടുത്താൻ കെട്ടിയ കരിങ്കൽ ഭിത്തി കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭിത്തിയുടെ അടിഭാഗത്തെ കല്ലുകൾ ഇളകി കടലിലേക്ക് ഒഴുകി. കടൽഭിത്തി അശാസ്ത്രീയമാണെന്ന വാദവുമായി പ്രദേശവാസികൾ കടൽഭിത്തിക്കെതിരെ സമരത്തിലാണ്. ഭിത്തി കടലേറ്റത്തിന് പരിഹാരമല്ല എന്ന നിലപാട് ശരിവെക്കുന്നതാണ് നിലവിലെ അവസ്ഥയെന്ന് പ്രദേശവാസികൾ പറയുന്നു. വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് മാത്രല്ലേ, കാറ്റ് വന്നാൽ ഓട് മൊത്തം കൊഴിഞ്ഞെടുക്കാണ്. വേറെ പോയി നിൽക്കാനൊരു ഇടവില്ല. നേരത്തെ എത്തിയ കാലവർഷം ഈ രീതിയിൽ തുടങ്ങുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്താകുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ.